നമസ്കാരം. മില്ലറ്റ്സ് ടു മില്യൻസ് അച്ചീവേഴ്സ് കിങ്ഡം ഫുഡ്സിന്റെ പ്രൈവറ്റ് ലിമിറ്റഡ് ബംഗോല പരിചയപ്പെടുത്തുന്ന വളരെ മനോഹരമായ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എംപ്രോ ഗോൾഡ് മാർക്കറ്റ് പ്ലേസ്. അച്ചീവേഴ്സ് കിങ്ഡം ഫുഡ്സിന്റെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഓർഗാനിക് ബേസ്ഡ് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് മാർക്കറ്റ് ചെയ്യുന്നത്. പ്രധാനമായും മില്ലറ്റിൽ അധിഷ്ഠിതമായ ഉൽപ്പന്നങ്ങൾ. അതുമായി കണക്ട് ചെയ്ത ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ആ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന എംപ്രോ ഗോൾഡ് എന്ന മാർക്കറ്റ് പ്ലേസ് ഏറ്റവും മനോഹരമായ രൂപത്തിൽ തന്നെ അത് തയ്യാറാക്കി കഴിഞ്ഞു. അതിന്റെ ചില സാധ്യതകൾ, അതിന്റെ ഒരു പൊട്ടൻഷ്യൽ അത് ബോധ്യപ്പെടുത്താനുള്ള ഒരു വീഡിയോ ആണ് ഇതിലൂടെ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ മില്യൻസ് ടു മില്യൻസ്, മില്യൺ കണക്കിന് ആൾക്കാർക്ക് എത്തിക്കാൻ ആവശ്യമായ മില്ലറ്റ്സ്, അല്ലെങ്കിൽ മില്ലറ്റ്സ് എന്ന ഉൽപ്പന്നത്തിന്റെ ഉപയോഗത്തിലൂടെ മില്യൺസ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം. ഇത് രണ്ടും ഒരു രജിസ്റ്റേർഡ് ഫേമായി തയ്യാറാക്കിക്കൊണ്ട് വളരെ മനോഹരമായ രൂപത്തിലുള്ള എല്ലാ ലീഗൽ പ്രൊസീജിയറും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് www.foods+india.com എന്ന വെബ്സൈറ്റിലൂടെ നമുക്കതിന്റെ ആക്സസ് ലഭിക്കുകയാണ്. ലക്ഷ്യം ഒന്ന് മാത്രം: എംപവറിംഗ് ഹെൽത്ത് ആൻഡ് വെൽത്ത്, എ കൊളാബറേറ്റീവ് പാത്ത് ടു വെൽനസ് ആൻഡ് പ്രോസ്പെരിറ്റി. സോ പ്രോസ്പെരിറ്റിയും വെൽനസ്സും ഒരുപോലെ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന, ഹെൽത്തിനും വെൽത്തിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ആ ഓപ്പർച്യൂണിറ്റിയിലെ ഒരു മാസ്റ്റർ പീസ് പ്രൊഡക്റ്റ് ആണ് എംപ്രോ ഗോൾഡ്. അതിന്റെ ബെനിഫിറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ലിറ്റിൽ മില്ലറ്റ്, ഫോക്സ്റ്റൈൽ മില്ലറ്റ്, ഫിംഗർ മില്ലറ്റ്, ബെൻയാർഡ് മില്ലറ്റ്, പ്രോസോ മില്ലറ്റ്, പേൾ മില്ലറ്റ്, വൈറ്റ് സോർഗം, റെഡ് സോർഗം, മൈസ്, ബാർലി, ആൽമോണ്ട്, കാഷ്യൂനട്ട്, ഗ്രീൻ ഗ്രാം, ചിക്ക് പീ, ഹോഴ്സ് ഗ്രാം, ഗ്രൗണ്ട്നട്ട്, ഇത്രയും ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഒരു കോമ്പിനേഷൻ. അത് സയന്റിഫിക് മെത്തേഡിലുള്ള ഒരു കോമ്പിനേഷൻ. അത് കഴുകി, പുഴുങ്ങി, ഉണങ്ങി, പൊടിച്ച്, വറുത്തെടുത്തിരിക്കുന്ന ഒരു പ്രിപ്പറേഷൻ മെത്തേഡ്. ഒരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത ഒരു മെത്തേഡ്. ആ മെത്തേഡിൽ നമുക്ക് ആവശ്യമായ എല്ലാ തരത്തിലുള്ള ന്യൂട്രീഷൻ ഫാക്റ്റും നമുക്ക് ലഭിക്കുകയാണ്. ഒരു ടെസ്റ്റഡ് റിപ്പോർട്ടായി ആ ന്യൂട്രീഷൻ ഇൻഫോർമേഷൻസ് സിസ്റ്റം നമുക്ക് ഷെയർ ചെയ്ത് തരുന്നു. ആ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങി നമ്മൾ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അതേ വാല്യൂ കിട്ടുമെന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷക ഘടകങ്ങളും അത് കിട്ടേണ്ട അനുപാതത്തിൽ അതിൽ ചേരുവയായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എംപ്രോ ഗോൾഡിന്റെ ഉപയോഗത്തിലൂടെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റിന് അത് സപ്പോർട്ട് ചെയ്യും. ബ്ലഡ് ഷുഗർ, BP, കൊളസ്ട്രോൾ അതെല്ലാം നോർമലൈസ് ചെയ്യാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ധാരാളം ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്, ഇനിയും സാധിക്കുകയും ചെയ്യും. ഇന്റേണൽ എക്സ്റ്റേണൽ ഓർഗൻസിന്റെ സപ്പോർട്ട്, ട്രീറ്റ്മെന്റിന് വേണ്ടി ആവശ്യമായ സപ്പോർട്ട്, അത് ലിവർ ഡിസീസ് പോലെ, അലർജി പോലുള്ള പ്രശ്നങ്ങൾക്ക് ഒരുപാട് സൊല്യൂഷൻസ് ആണ്. പുതിയ പുതിയ ടിഷ്യൂ കൺസ്ട്രക്ഷൻ ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. മെമ്മറി ലോസിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. എനർജി ലോസിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. നല്ല കണ്ണിന്റെ ആരോഗ്യത്തിന് അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കിഡ്നി ഫംഗ്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രൂപത്തിലേക്കുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ എംപ്രോ ഗോൾഡിന്റെ സ്ഥിരമായ ഉപയോഗത്തിലൂടെ നിരവധി ആൾക്കാർക്ക് ലഭിച്ചിട്ടുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ കൂടി നടക്കുന്നു. ഇതെല്ലാം എംപ്രോ ഗോൾഡിന്റെ ഉപയോഗത്തിലൂടെ കഴിഞ്ഞ 2.5 വർഷമായി മാർക്കറ്റിൽ അനുഭവ പരിചയമുള്ള ധാരാളം ആളുകളിലൂടെ ലഭിച്ച ഇൻഫോർമേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു മാർവലസ് ഫിറ്റ്നസ് ഫോർമുലയാണ് എംപ്രോ ഗോൾഡ് എന്ന് പറയുന്നത്. 700 ഗ്രാം പാക്കിലാണ് ഈ പ്രൊഡക്റ്റിനെ സിസ്റ്റം തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു പൗഡർ ഫോം ആണ്. അത് ഉപയോഗിക്കാൻ വളരെ ഈസിയാണ്. രാവിലെ ഒരു ചെറു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കുക, ഒരു 10 ഗ്രാം വരുന്ന രൂപത്തിൽ 2 സ്പൂൺ ഈ എംപ്രോ ഗോൾഡ് പൗഡർ ആ ചൂടുവെള്ളത്തിലേക്ക് ഇടുക, നന്നായിട്ട് ഇളക്കുക, കുടിക്കുക. ഭക്ഷണത്തിന് മുമ്പ് കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഭക്ഷണത്തിന് മുമ്പോ ശേഷമോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പരിഗണനയും ഇതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുകയാണെങ്കിൽ ഇതിൽ ഫൈബർ കണ്ടന്റ് ധാരാളം ഉള്ളത് കൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് തുലം കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. സോ വെയിറ്റ് ലോസ് പോലുള്ള കാര്യങ്ങൾക്ക് അത് നമ്മളെ സഹായിക്കും.
രാവിലെയും വൈകിട്ടും ഒരു 10 ഗ്രാം വീതം 20 ഗ്രാം ഒരു ദിവസം ഉപയോഗിച്ചാൽ 700 ഗ്രാം ഉപയോഗിക്കാൻ നമുക്ക് വേണ്ടി വരുന്നത് 35 ദിവസങ്ങളിലാണ്. സോ ഒരു മാസത്തേക്ക് ഒരു പാക്കറ്റ് ഒരാൾക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നർത്ഥം. ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് 700 രൂപയാണ്. അതുകൊണ്ട് തന്നെ 700 ഗ്രാമിന് 700 രൂപ എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമിന് 1 രൂപ മാത്രമേ ഇതിന് കോസ്റ്റ് വരുന്നുള്ളൂ. അപ്പൊ ഒരു ദിവസം 20 ഗ്രാം എന്ന് പറയുമ്പോൾ 20 രൂപ ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ അത് കൃത്യമായി നമ്മുടെ ശരീരത്തിലേക്ക് കൊടുത്തു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഈ ഉറപ്പ് നമ്മുടെ വീട്ടിൽ ആർക്കെല്ലാം ആവശ്യമാണ്? നമുക്ക് മാത്രം മതിയോ? 1.5 വയസ്സിന് മേലെ പ്രായമുള്ള ആർക്കും ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ് എംപ്രോഗോൾഡ് എന്ന് പറയുന്നത്. അത് സ്ഥിരമായി ഉപയോഗിക്കുകയാണെങ്കിൽ ആരോഗ്യരംഗത്ത് വലിയൊരു മാറ്റം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സോ എംപ്രോഗോൾഡ് എന്ന പ്രൊഡക്റ്റ് വളരെ മനോഹരമായ രൂപത്തിൽ തയ്യാറാക്കി മാർക്കറ്റിലേക്ക് വിപണനത്തിന് വേണ്ടി എത്തിക്കുമ്പോൾ അതിന് ഒരുപാട് സാധ്യതകൾ കൂടി സിസ്റ്റം തയ്യാറാക്കി വെക്കുന്നുണ്ട്. ആ സാധ്യതകൾ ഓരോന്നും നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ എംപ്രോഗോൾഡിന്റെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി അത് മാർക്കറ്റ് പ്രൈസിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിനായി നമുക്ക് വേണ്ടത് നമ്മൾ കുറച്ച് എംപ്രോഗോൾഡുകൾ വാങ്ങി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ വാങ്ങി വെക്കുന്ന എംപ്രോഗോൾഡുകൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ വീട്ടിൽ വാങ്ങി വെക്കുകയാണോ ചെയ്യേണ്ടത്? അതോ ഒരു ഷോപ്പ് തയ്യാറാക്കി അതിൽ വാങ്ങി വെക്കുകയാണോ ചെയ്യേണ്ടത്? അല്ലോ നമ്മൾ വാങ്ങിയിട്ട് നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലോ മറ്റോ ഡിസ്പ്ലേക്ക് വേണ്ടി വെക്കുകയാണോ ചെയ്യേണ്ടത്? അതൊന്നുമല്ല. നമുക്ക് എത്ര എംപ്രോഗോൾഡുകൾ വാങ്ങാൻ സാധിക്കും അത് വാങ്ങി വെക്കുക. ഇപ്പൊ ഇത് വാങ്ങി വെക്കുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണ്? അത് എങ്ങനെയാണ് വാങ്ങാൻ സാധിക്കുക? ഞാനൊരു സ്ട്രാറ്റജി പരിചയപ്പെടുത്തുകയാണ്. ഒരു 5 ആഴ്ച കൊണ്ട് 15 എംപ്രോഗോൾഡ് യൂണിറ്റ് വാങ്ങാൻ പറ്റുന്ന സാധ്യത. മാർക്കറ്റ് പ്രൈസിൽ ഒരു എംപ്രോഗോൾഡിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് ആയ 700 രൂപയാണ്. സോ ആദ്യത്തെ ആഴ്ചയിൽ ഒരു 3 എംപ്രോഗോൾഡുകൾ വാങ്ങുന്നു. അപ്പോൾ 2100 രൂപ കൊടുക്കണം. അടുത്ത ആഴ്ചയിലും ഒരു 3 എംപ്രോഗോൾഡ് വാങ്ങുന്നു. അങ്ങനെ 5 ആഴ്ച കൊണ്ട് 15 എംപ്രോഗോൾഡുകൾ നമ്മൾ വാങ്ങി വെക്കുന്നു. അങ്ങനെ 15 എംപ്രോഗോൾഡുകൾ വാങ്ങി വെക്കുമ്പോൾ നമ്മൾ വാങ്ങിയത് 15 എംപ്രോഗോൾഡുകളാണ്. പക്ഷെ ട്രേഡിംഗിലേക്ക് വരുമ്പോൾ സിസ്റ്റവും ഒരു 15 എംപ്രോഗോൾഡുകൾ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ 30 എംപ്രോഗോൾഡുകളുടെ ലൈവ് ട്രേഡ് ആയിരിക്കും ഈ 5 ആഴ്ച കഴിയുമ്പോൾ സംഭവിക്കുക. സോ ഓരോ മാസത്തിലും ഒരു എംപ്രോഗോൾഡ് നമ്മുടെ പേഴ്സണൽ ഉപയോഗത്തിന് വേണ്ടി ആ ലിസ്റ്റിൽ നിന്ന് എടുക്കാൻ സാധിക്കും. അപ്പൊ അതിന്റെ മാത്രം ബെനിഫിറ്റ് ഒന്ന് കണക്കൂട്ടി നോക്കി. 30 എംപ്രോഗോൾഡുകൾ ലൈവ് ട്രേഡിൽ നിൽക്കുന്നുണ്ട്. ഓരോ മാസവും ഓരോ എംപ്രോഗോൾഡ് എടുത്തെടുത്തെടുത്ത് പോകുമ്പോൾ 30 മാസം കൊണ്ട് 30 എംപ്രോഗോൾഡുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. കാരണം 30 എംപ്രോഗോൾഡുകൾ ലൈവ് ട്രേഡിൽ ഉള്ളതാണ്. സോ അങ്ങനെ ഓരോ മാസവും ഒരു എംപ്രോഗോൾഡ് വീതം എടുത്തു പോകുമ്പോൾ അത് നമ്മുടെ കൊറിയർ ആയിട്ട് നമ്മുടെ അഡ്രസ്സിലേക്ക് സിസ്റ്റം നേരിട്ട് അയച്ചു തരും. അപ്പോ എല്ലാ മാസവും കൃത്യമായിട്ട് എംപ്രോഗോൾഡിന്റെ പാക്കറ്റ് നമ്മുടെ വീട്ടിലെത്തുമ്പോൾ നമ്മൾ എംപ്രോഗോൾഡിന്റെ സ്ഥിരം ഉപഭോക്താവായി മാറും. സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 21,000 രൂപയുടെ ബെനിഫിറ്റ് ആണ്. ചിന്തിക്കണം, 15 എംപ്രോഗോൾഡുകൾ വാങ്ങാൻ വേണ്ടി നമ്മൾ മുതൽ മുടക്കിയ സംഖ്യ എത്രയാണ്? 700 രൂപ പ്രകാരം നമ്മുടെ മുതൽ മുടക്ക് എന്ന് പറയുന്നത് 10,500 രൂപയായിരിക്കും. പക്ഷെ നമുക്ക് ലഭിക്കുന്നത് 21,000 രൂപ വിലയുള്ള എംപ്രോഗോൾഡുകൾ 30 മാസം കൊണ്ട് ഉപയോഗിക്കാനുള്ള ഒരു അവസരമാണ്. അത് മാത്രമല്ല, ഒരു എംപ്രോഗോൾഡേ എല്ലാ മാസവും എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള എംപ്രോഗോൾഡിന്റെ ലൈവ് ട്രേഡ് അവിടെ നടക്കുകയാണ്. അങ്ങനെ ഓരോ 5 ആഴ്ച കഴിയുമ്പോഴും നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഓരോ എംപ്രോഗോൾഡ് ട്രേഡിന്റെ വോളിയം ഇങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. 29 എംപ്രോഗോൾഡുകളായിരിക്കും ആദ്യത്തെ 5 ആഴ്ച കഴിയുമ്പോൾ നമ്മുടെ ലൈവ് ട്രേഡിൽ ഉണ്ടാകുക. ഓരോ എംപ്രോഗോൾഡ് യൂണിറ്റ് വിറ്റ് പോകുമ്പോഴും 35 രൂപയാണ് നമുക്ക് കിട്ടുന്ന ലാഭം. 2 എംപ്രോഗോൾഡ് യൂണിറ്റിന് 70 രൂപ. അതിനാണ് 15 എണ്ണം നമ്മൾ വാങ്ങുമ്പോൾ 15 എണ്ണം കമ്പനിയും തരുന്നത്. അപ്പൊ ഒരെണ്ണം കമ്പനി തരുന്നു. ആ 2 യൂണിറ്റുകൾ വിറ്റ് പോകുമ്പോൾ നമുക്ക് എംപ്രോഗോൾഡിന്റെ വിലയായ 700 രൂപയും ഒരു 70 രൂപ ലാഭവും തരും. ഇതാണ് കമ്പനി പറയുന്ന കാര്യം, സിസ്റ്റം പറയുന്ന ഒരു കാര്യം. അപ്പോ നമ്മൾ നോക്കുമ്പോൾ 29 എംപ്രോഗോൾഡ് ഉണ്ടെങ്കിൽ ഓരോന്നിനും 35 രൂപ വീതം 1015 രൂപ നമുക്ക് ലാഭം ലഭിച്ചിട്ടുണ്ടാകും. സോ ഈ ലാഭം എന്ന് പറയുന്നത് ഒരു സിംഗിൾ ട്രേഡിൽ നടക്കുന്ന ലാഭമാണ്. നമ്മൾ ആദ്യം വാങ്ങിയിട്ട് യൂണിറ്റുകൾ വിറ്റഴിച്ച് കഴിയുമ്പോൾ നമ്മളിലേക്ക് കിട്ടുന്ന ലാഭമാണ്. വീണ്ടും അതേ യൂണിറ്റുകൾ നമ്മൾ വാങ്ങിയിടുകയാണ്. അങ്ങനെ എത്ര പ്രാവശ്യം നമ്മൾ വാങ്ങിയിടുന്നു, എത്ര പ്രാവശ്യം നമ്മൾ വിറ്റുപോകുന്നു, അത് ഒരു മാസത്തിൽ എത്ര പ്രാവശ്യം നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റിനെയാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് കൂടി വരുന്നതെങ്കിൽ
ഒരു മാസത്തിൽ തന്നെ കൂടുതൽ ട്രേഡ് നടക്കാനുള്ള സാധ്യത ഈ ലോജിക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ ഉൽപ്പന്നമായിട്ട് ഉപയോഗിക്കാനും ഒപ്പം ലാഭം കിട്ടാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ട്രഡീഷണൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ലഭിക്കുകയാണ്. ട്രഡീഷണൽ ആയിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു തരത്തിലുള്ള ടെൻഷൻസും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ നമ്മുടെ മുമ്പിലില്ല. വളരെ ഈസിയായി നമ്മൾ മുതൽ മുടക്കുന്നതിൽ കൂടുതൽ ലാഭത്തിൽ നമുക്ക് ഈ സിസ്റ്റത്തിൽ എത്താൻ പറ്റുമെന്ന് തുടക്കത്തിൽ തന്നെ കോൺഫിഡൻസോടുകൂടി മുന്നേറാൻ പറ്റുന്ന സാഹചര്യം. കാരണം 30 എംപ്രോ ഗോൾഡുകൾ ഉപയോഗിച്ച് തീരുമ്പോൾ തന്നെ 21,000 രൂപയുടെ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൂടാതെയാണ് യൂണിറ്റുകൾ വിറ്റ് പോകുമ്പോഴുള്ള ലാഭം. അപ്പൊ ലാഭത്തിൽ നമുക്ക് കൂടുതൽ വേണോ? കൂടുതൽ വേണമെങ്കിൽ നമ്മൾ കൂടുതൽ യൂണിറ്റ് വാങ്ങിയിടുന്ന രൂപത്തിൽ പോയാൽ മതി. പക്ഷെ 15 യൂണിറ്റ്, ആ 15 യൂണിറ്റിനുള്ള സംഖ്യ, അതും 5 ആഴ്ച കൊണ്ട് വാങ്ങുക, ഇതെല്ലാം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും സാധ്യമായ കാര്യമാണ്. ഒരാൾക്ക് പോലും അത് സാധ്യമല്ലാത്ത കാര്യമല്ല. എങ്കിൽ ഈ ആശയത്തെ ഒന്ന് സീരിയസ് ആയിട്ട് ഒന്ന് പഠിച്ചു നോക്കൂ. ഈ ആശയത്തിന്റെ സാധ്യതയിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇവിടെ കണ്ടെത്താൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻകം ഇവിടെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അതിന് പറ്റുന്ന രൂപത്തിലാണ് എംപ്രോകോഡ് മാർക്കറ്റ് പ്ലേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അച്ചീവ് യുവർ ഡ്രീംസ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്ന് പരിശോധിക്കാം. ചില കണക്കുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ ആ കണക്കിന്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് ആഴ്ചയിൽ 3 എംപ്രോ ഗോൾഡ് വാങ്ങുന്ന രൂപത്തിൽ 5 ആഴ്ച കൊണ്ട് 15 എംപ്രോ ഗോൾഡ് വാങ്ങുന്ന ആളുകളുടെ ഒരു കൂട്ടം. ആ കൂട്ടത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ 5,600 രൂപയുടെ ഒരു മാസ് ലിമിറ്റ് എടുക്കുന്നതിലൂടെയാണ്. അതിനൊരു 1,400 രൂപ നമ്മൾ പേ ചെയ്യണം. അത് ഒരിക്കൽ പേ ചെയ്താൽ മതി. 5,600 രൂപയുടെ ലാഭം എടുത്തു കഴിഞ്ഞാൽ വീണ്ടും 1,400 രൂപ പേ ചെയ്യണം. ഇതാണ് മാർക്കറ്റ് പ്ലേസിന്റെ കോൺസെപ്റ്റ്. അവിടെ ബൈ സെൽ അൺലിമിറ്റഡ് ആയിട്ട് നടക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സെല്ലിംഗ് സിസ്റ്റം. വിൽക്കാൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റികൾ പൂർണ്ണമായും ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് സെല്ലിംഗ് പ്രോസസ്സിന് കാരണമായി തീരുന്ന രൂപം. അതിന് പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഫെയർ റൊട്ടേഷൻ സിസ്റ്റം. അതിന് പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഗ്ലോബൽ റീച്ച്. അതാണ് മില്ലറ്റ്സ് ടു മില്യൻസ് എന്ന ആശയത്തിലൂടെ തയ്യാറാക്കിയിരിക്കുന്ന ഈ മാർക്കറ്റ് പ്ലേസിന്റെ അടിസ്ഥാനപരമായ ആശയം. അതിനുവേണ്ടി ഒരു അഫിലിയേറ്റ് പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. 10 ലെവലിലേക്കാണ് അഫിലിയേറ്റ് പ്ലാനിലെ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിൽ 5 ഡയറക്റ്റ് റെഫറൽ നമ്മൾ ചെയ്താൽ, ഒരു ഡയറക്റ്റ് റെഫറലിന് 2 ലെവൽ എന്ന രൂപത്തിൽ 10 ലെവൽ ഓപ്പണിംഗ് നമുക്ക് കിട്ടും. ആ ലെവലിൽ വരുന്ന ഓരോരുത്തരും ഒരു മാസ് ലിമിറ്റ് എടുക്കുമ്പോൾ തന്നെ 10 രൂപ വീതം ഓരോ ലെവലിൽ നമുക്ക് ഇൻകം കിട്ടുന്നുണ്ട്. ലെവൽ 1-ൽ കിട്ടുന്നുണ്ട്, ലെവൽ 10-ലും കിട്ടുന്നുണ്ട്. അതുകൂടാതെ അവർ ഓരോരുത്തരും മാസ് ലിമിറ്റ് എടുത്താൽ എത്ര യൂണിറ്റ് വാങ്ങുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് 5 ആഴ്ച കൊണ്ട് 15 യൂണിറ്റ് വാങ്ങുന്ന രൂപത്തിലാണ്. അപ്പോ ലെവൽ 1-ലുള്ള ആളുകൾ ഓരോരുത്തരും 21 രൂപ വീതം നമുക്ക് ഇൻകം തരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അവർ എപ്പോഴെല്ലാം എംപ്രോ ഗോൾഡ് യൂണിറ്റ് വാങ്ങുന്നുണ്ടോ അപ്പോഴെല്ലാം 21 രൂപ നമുക്ക് ലഭിക്കുന്നുണ്ടാകും. ആ യൂണിറ്റുകൾ സെല്ല് ചെയ്താൽ അവർ ലാഭമെടുക്കുന്നു, അടുത്ത യൂണിറ്റ് വീണ്ടും വാങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും ആ റീബൈ ചെയ്യുമ്പോഴും നമുക്ക് ഇതേ വരുമാനം കിട്ടുന്നുണ്ടാകും. അപ്പൊ ലെവൽ 1-ൽ 21 രൂപയാണ്, ലെവൽ 2-ൽ 14 രൂപയാണ്, ലെവൽ 3, 4-ൽ 7 രൂപ വീതമുണ്ട്, ലെവൽ 5, 6 അവിടെയെല്ലാം 5 രൂപ 25 പൈസ വീതമാണ്, 7, 8 ലെവലിൽ 3 രൂപ 50 പൈസ വീതമാണ്, 9, 10 ലെവലിൽ 2 രൂപ 62 പൈസ വീതമാണ്. ഇതെല്ലാം റിയൽ ടൈം ആയിട്ട് അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്ന ഇൻകമാണ്. എല്ലാ ട്രേഡേഴ്സിനും എല്ലാ ചൊവ്വാഴ്ചയും അത് വിഡ്രോവലിന് വേണ്ടി സബ്മിറ്റ് ചെയ്യാനും സാധിക്കും. സ്വാഭാവികമായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യൻ രൂപയുടെ ടേംസിൽ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഈ ഓപ്പർച്യൂണിറ്റിയുടെ ചില സാധ്യതകൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ സംസാരിച്ചു, ഓരോ ആഴ്ചയിലും 3 വീതം എംപ്രോ ഗോൾഡുകൾ വാങ്ങി 5 ആഴ്ച കൊണ്ട് 15 എംപ്രോ ഗോൾഡ് വാങ്ങുന്ന ഒരു സിസ്റ്റം. എങ്കിൽ ഓരോ ആഴ്ചയിലും ഒരു പുതിയ ഒരാളെ കൊണ്ടുവരുന്ന രൂപത്തും കൂടി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കി. ഈ 5 ആഴ്ച കൊണ്ട് നമ്മൾ 15 എംപ്രോ ഗോൾഡ് വാങ്ങിയിടുന്ന അതേ സമയം കൊണ്ട് തന്നെ 5 പേരെ നമ്മൾ സ്പോൺസർ ചെയ്തിട്ടുണ്ടാകും. അവരെല്ലാം 15 എംപ്രോ ഗോൾഡ് വീതം വാങ്ങിയിടുമ്പോൾ ഫസ്റ്റ് ലെവലിൽ മാത്രം 75 എംപ്രോ ഗോൾഡുകളുടെ ട്രേഡ് അവിടെ നടക്കും. ഫസ്റ്റ് ലെവലിൽ മാത്രം. അങ്ങനെ വരുമ്പോ 21 രൂപ വീതം 1,575 രൂപയാണ് ആ ഫസ്റ്റ് ലെവലിൽ നമുക്ക് കിട്ടുന്ന വരുമാനം. ഇവിടെ നമ്മളെ പോലെ ചിന്തിക്കുന്ന ഒരു 5 പേരാണ് നമ്മൾ കൂടെ വന്നത്. 5 പേരിൽ ഓരോരുത്തരും
അവരുടെ പരിചയക്കാരിലേക്കും ഓരോ ആഴ്ചയിലും ഓരോരുത്തരും കൊടുക്കുന്നു എന്ന് വിചാരിച്ചു നോക്കൂ. അടുത്ത 5 ആഴ്ച കൊണ്ട് 25 പേരിലേക്ക് അവിടെ എത്തുന്നുണ്ടാകും. അവിടെയും 15 യൂണിറ്റുകൾ വീതമാണ് ഓരോരുത്തരും വാങ്ങിയിടുന്നത്. 375 യൂണിറ്റിന്റെ ട്രേഡ് അവിടെ നടക്കും. ഓരോ യൂണിറ്റിനും 14 രൂപ വീതം കിട്ടുമ്പോൾ 5250 രൂപ നമുക്ക് അവിടെ ഇൻകം ലഭിക്കും. മൂന്നാമത്തെ ലെവലിലേക്ക് വരുമ്പോൾ അത് 125 പേരുടെ ഒരു ട്രേഡർ വോളിയമായിട്ട് അവിടെ നടക്കും. ഓരോരുത്തരും 15 എംബ്രോ ഗോൾഡ് വീതം വാങ്ങിയിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1875 എംബ്രോ ഗോൾഡുകളുടെ ട്രേഡ് മൂന്നാമത്തെ ലെവലിൽ വരും. അതിലൂടെ 13,125 രൂപ നമുക്ക് ഇൻകം ലഭിക്കും. നാലാമത്തെ ലെവലിലേക്ക് വരുമ്പോൾ അവിടെ 625 ട്രേഡേഴ്സിന്റെ ഒരു വോളിയം വരാനുണ്ട്. ഓരോരുത്തരും 15 എംബ്രോ ഗോൾഡ് വീതം വാങ്ങിയിടുന്ന കണക്കെടുക്കുമ്പോൾ 9375 എംബ്രോ ഗോൾഡുകളുടെ യൂണിറ്റുകൾ അവിടെ ബൈ ചെയ്യപ്പെടും. അതിന്റെ ഭാഗമായി 65,625 രൂപ നമുക്ക് ഇൻകം ലഭിക്കും. ഈ 4 ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ഏതൊരാൾക്കും ഒന്ന് ശ്രമിച്ചാൽ, ഫോക്കസ് ചെയ്താൽ എത്തിപ്പെടാവുന്ന ഒരു ദൂരമാണ്. അതിന് വലിയ ലീഡർഷിപ്പ് ക്വാളിറ്റിയോ ഒരുപാട് ബന്ധങ്ങളോ ഒന്നും നമുക്ക് വേണമെന്ന് ആവശ്യമില്ല. മില്ലറ്റിന്റെ ഉപയോഗത്തെക്കുറിച്ച് അറിയാവുന്ന ഒരാളായി മാറുക, നല്ല ഭക്ഷണം കഴിക്കണം, ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനായി തീരുക. അയാളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ, അത് മില്ലറ്റിൽ അധിഷ്ഠിതമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകളായിട്ട് നമ്മളൊന്ന് മാറ്റിയെടുക്കുക. ഈ പ്രോസസ്സ് ചെയ്യാൻ സാധിച്ചാൽ ഈ 4 ലെവലിൽ പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ടീം വോളിയവും ഈ പർട്ടിക്കുലർ എംബ്രോ ഗോൾഡിന്റെ യൂണിറ്റിന്റെ ട്രേഡും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ കൊണ്ടുവരുമ്പോൾ 11,700 എംബ്രോ ഗോൾഡുകൾ അവിടെ വാങ്ങിയിട്ടിട്ടുണ്ട്. അത് വിറ്റ് പോകുമ്പോഴെല്ലാം ഇതേ 11,700 എംബ്രോ ഗോൾഡുകൾ വീണ്ടും വീണ്ടും വാങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതായത് ഒരു ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരാൾ 780 പേരുടെ ടീം ഇതുവഴി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. അതിലൂടെ നടക്കുന്ന ടേൺ ഓവറിലൂടെ 85,575 രൂപ അദ്ദേഹത്തിന് വരുമാനമായി ലഭിക്കുന്നുണ്ടാകും. നോക്കണം, ഈ 85,575 രൂപ എന്ന വരുമാനം ലഭിക്കുന്നത് 5,600 എന്ന ലിമിറ്റിലാണ്. സോ 5,600 കഴിഞ്ഞാൽ അടുത്ത 5,600 കിട്ടണമെങ്കിൽ 1,400 റീബൈ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ 15.28 പ്രാവശ്യം, റൗണ്ട് ഫിഗർ 16 പ്രാവശ്യം 1,400 കൊണ്ട് അദ്ദേഹം റീബൈ ചെയ്യുന്നുണ്ടാകും. എങ്കിൽ ഈ കിട്ടിയ 85,575 നിന്ന് 21,393 രൂപ അതിനുവേണ്ടി ചെലവഴിച്ചു. ബാക്കി 64,181 രൂപ അവിടെ ബാലൻസ് ലഭിക്കുന്നുണ്ടാകും. ഇത്തരത്തിലുള്ള 64,181 രൂപ വരുമാനം വാങ്ങുന്ന കുറെ ആളുകളെ ഒന്ന് സൃഷ്ടിക്കുന്നു. ഈ സൃഷ്ടിക്കാൻ ഈ പറയുന്ന സ്ലോ പ്രോസസ് വരുന്ന 15 മാസം കൺസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിച്ചാൽ മാത്രം മതി. 15 മാസം എന്ന് പറയുമ്പോൾ 1.5 വർഷം എത്തുന്നില്ല, 1 വർഷവും 3 മാസവും. ചിന്തിക്കണം, 64,000 രൂപ മാസ വരുമാനക്കാരായി മാറാൻ, 64,000 രൂപ ഒരു സ്ഥിര വരുമാനം കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറാൻ വരുന്ന 15 മാസം കൊണ്ട് നമ്മളിൽ എത്ര പേർക്ക് സാധിക്കും? എന്റെ ഈ വോയിസ് ശ്രദ്ധിക്കുന്ന ആൾക്കാർ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ആർക്കൊക്കെ സാധിക്കും? അതും ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിന്റെ മൂവ്മെന്റിലൂടെ മാത്രം. ഇവിടെ 64,181 രൂപ 25 പൈസ ഒരു സ്ഥിര വരുമാനം കിട്ടുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നതിന്റെ കാരണം, ഈ യൂണിറ്റുകൾ വിറ്റ് പോകുമ്പോൾ ഇതേ എണ്ണം യൂണിറ്റുകൾ വീണ്ടും വാങ്ങപ്പെടുമെന്നുള്ള കാര്യം ഇവിടെ 100% ഉറപ്പാണ്. എങ്കിൽ ഇത്തരത്തിൽ 780 പേരെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന 1,282 ലീഡേഴ്സിന്റെ റിക്വയർമെന്റ് ഇന്ന് ഈ സിസ്റ്റത്തിന്റെ മുമ്പിലുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ സിസ്റ്റം 10 മില്യൺ യൂസേഴ്സിനെ, 1 മില്യൺ യൂസേഴ്സ്, 10 ലക്ഷം ആളുകൾ, ആ 10 ലക്ഷം ആളുകളിലേക്ക് ഈ എംബ്രോ ഗോൾഡ് യൂസേഴ്സ് ആയിട്ട് മാറ്റാനുള്ള ശ്രമമാണ് ഈ ഒരു മാർക്കറ്റ് പ്ലേസ് സിസ്റ്റത്തിലൂടെ സിസ്റ്റം തയ്യാറാക്കുന്നത്. ഇവിടെ 11,700 എംബ്രോ ഗോൾഡിന്റെ ട്രേഡേ ആയിട്ടുള്ളൂ. അതും വെറും 780 പേരിലേക്ക് എത്തിയിട്ടുള്ളൂ. ആ 780 പേരും എംബ്രോ ഗോൾഡ് യൂസേഴ്സ് ആയിരിക്കും. ഇത്തരത്തിൽ 780 പേരെ കൊണ്ടുവരാൻ പറ്റുന്ന 1,282 ലീഡേഴ്സ് അത് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഉണ്ടാകുമോ? തീർച്ചയായും ഉണ്ടാകും. അവരിലേക്ക് എത്താൻ ആർക്കെല്ലാം സാധിക്കും? ശ്രമിക്കുന്നവർക്ക് സാധിക്കും, ഫോക്കസ് ആയി പ്രവർത്തിക്കുന്നവർക്ക് സാധിക്കും. അങ്ങനെ സാധിക്കുമെങ്കിൽ 64,000 രൂപ സ്ഥിര വരുമാനക്കാരായിട്ട് അവർ ഓരോരുത്തരും മാറുമെങ്കിൽ ലൈഫിൽ എത്ര വലിയ മാറ്റമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അത് മാത്രമാണോ? ഈ ഒരു ഓർഗനൈസേഷൻ 30 മാസവും 37 മാസവും കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, വരുന്ന ഓരോരുത്തരും അതിന് കൃത്യമായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ,
അവർ ഓരോരുത്തർക്കും കിട്ടാൻ പോകുന്ന വരുമാനം ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. 10 ലെവലിൽ ഇതേ കൺസിസ്റ്റൻസിയോടുകൂടി ഒരു ടീം ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്ത് പോകുമ്പോൾ അവിടെ എംപ്രോ ഗോൾഡിന്റെ ട്രേഡ് മാത്രം നടക്കുന്നത് എത്ര വോളിയമാണ്, എത്ര വോളിയമാണ്? ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതാണ്. 18,31,51,480 എംപ്രോ ഗോൾഡിന്റെ ട്രേഡ് അവിടെ നടക്കും. ചിന്തിക്കണം, അത്രയും വോളിയം നടക്കുമ്പോൾ അതിൽ നിന്ന് 100% ഉറപ്പാണ് ഈ വരുമാനം ഷുവറാണ്. എത്രയാണ് വരുമാനം? വരുമാനം എന്ന് കണക്കൂട്ടി നോക്കുമ്പോൾ 48,67,18,387 രൂപ. അതിൽ നിന്ന് റീബൈ ചെയ്യാനുള്ള എമൗണ്ട് കുറച്ചാൽ 36,50,38,790 രൂപ. ഒരു 37-40 മാസം കൊണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇൻകത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനുള്ള പ്രോസസ് എന്താ? ഓരോ ആഴ്ചയിലും 3 എംപ്രോ ഗോൾഡ് വാങ്ങുന്ന വീതം 5 ആഴ്ച കൊണ്ട് 15 എംപ്രോ ഗോൾഡ് വാങ്ങുന്ന വീതമുള്ള ഒരു കമ്മ്യൂണിറ്റിയെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ അത് വാങ്ങുന്നു, നമ്മുടെ പരിചയത്തിലുള്ള 5 പേരെ കൊണ്ട് അത് വാങ്ങിപ്പിക്കുന്നു. നമ്മളും ആ 5 പേരും ചേർന്ന് അവർ ഓരോരുത്തർക്കും ആവശ്യമായ 5 പേരെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ടീം വർക്ക് ഉണ്ടാക്കുന്നു. അതിന് എത്ര സമയം നമ്മൾ ചെലവഴിക്കണം? നമ്മുടെ മുമ്പിൽ അതിനുള്ള സമയമുണ്ടോ? നമുക്കതിന് സമയം കിട്ടുമോ? സാഹചര്യം കിട്ടുമോ? ടെക്നിക്കൽ നോളജ് ആവശ്യമാണോ? നല്ല ഭക്ഷണമാണ്. നല്ല ഭക്ഷണത്തെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് ഒരുപാട് ടെക്നിക്കൽ നോളജിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെയാണ് ഈ സിസ്റ്റത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ ലെവലിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും സിസ്റ്റത്തിൽ സംഭവിക്കുക? ഒരു മന്ത്ലി സാലറി അവിടെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. ആ മന്ത്ലി സാലറിക്ക് വേണ്ടി ഒരു ഗ്ലോബൽ ഫുൾ ഫണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഫണ്ടിലൂടെ 67.57 കോടി രൂപ സാലറി മാത്രമായിട്ട് സിസ്റ്റം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആർക്ക്? ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക്. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് 67.57 കോടി രൂപ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ഇന്ന് ഒരു ഓർഗനൈസേഷൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന അവസരത്തിന് ഇത്രമാത്രം പവർ ഉണ്ടെങ്കിൽ, എല്ലാ മാസവും 5-ാം തീയതി ആ സാലറി കിട്ടാനുള്ള സാഹചര്യം ഈ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ, അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒരു മാസത്തിൽ 10 ഡയറക്ട് ബിസിനസ് എടുക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുക എന്നുള്ളതാണ്. 30 ദിവസം കൊണ്ട് 10 പേരിലേക്ക് ഈ ആശയം എത്തിക്കാനും അവരെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനും, അവർ ഒരു മാസ് ലിമിറ്റ് എടുത്ത് 2 യൂണിറ്റ് വാങ്ങുന്ന രൂപത്തിൽ വന്നാൽ മതി. ഒരുപാടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ വന്നവർ തന്നെ അതാത് മാസത്തിൽ മാസ് ലിമിറ്റ് റീബൈ ചെയ്താലും മതി. നമുക്കൊരു പോയിന്റ് കിട്ടും. 10 ഡയറക്ട് ബിസിനസ് ഉണ്ടാകണമെന്ന് മാത്രം. എങ്കിൽ ആ മാസം ഒരു ശമ്പളം നമ്മുടെ കയ്യിലേക്ക് കിട്ടും. ഏതായാലും ഇത്രയും ബിസിനസ് വോളിയം നടക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ബിസിനസ് വോളിയം ഇവിടെ നടന്നു കഴിയുമ്പോൾ 67.57 കോടി രൂപ സാലറി ആയിട്ട് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. മാത്രമല്ല ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോ ആദ്യത്തെ മാസം 2026 ഏപ്രിൽ മാസം, ഈ ഏപ്രിൽ മാസത്തെ ഗിഫ്റ്റ് ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. അതിനുവേണ്ടിയും ഒരു ഫണ്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഫണ്ടിലൂടെ ഇത്രയും ബിസിനസ് വോളിയം നടക്കുമ്പോഴത്തേക്കും 78 കോടി രൂപയുടെ ഗിഫ്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ടാകും. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ, ഏറ്റവും അത്യാവശ്യമായ, ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഗിഫ്റ്റുകൾ. വെറുതെ ഒരു മോഹന വാഗ്ദാനം ഒന്നും ഈ സിസ്റ്റം തരുന്നില്ല. കേവലം എംപ്രോ ഗോൾഡിന്റെ മാർക്കറ്റിലൂടെ, എംപ്രോ ഗോൾഡ് എന്ന ആ പ്രൊഡക്റ്റ് അത്രമാത്രം ജനങ്ങൾക്ക് ഉപയോഗമുള്ള പ്രൊഡക്റ്റ് ആണ്. അതിന്റെ വിപണനത്തിലൂടെ, അതിന്റെ വിപണനത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നതിലൂടെ, ആ ടേൺ ഓവറിലെ എത്ര എണ്ണം കൂട്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അത്രയും എണ്ണം കൂട്ടി ചെയ്യുന്നതിലൂടെ 78 കോടി രൂപയുടെ ഗിഫ്റ്റ് മാത്രം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ കോടികൾ സമ്പാദിക്കാനുള്ള ഈ അവസരത്തിൽ എത്ര വലിയ സാധ്യതയാണ് നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആകുന്നത്. അതിനുവേണ്ടി സിസ്റ്റം പറയുന്ന റെഡീംഷൻ സിസ്റ്റം ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാ മാസവും ടേംസ് ആയിട്ട് പറയുന്നത്, എല്ലാ മാസവും ഒരു എംപ്രോ ഗോൾഡ് നമ്മുടെ പേഴ്സണൽ യൂസിന് വാങ്ങണം. അത് നമ്മൾ ഉപയോഗിക്കണം. എന്തിന്? എന്താണ് നമ്മൾ വിൽക്കുന്നത്? അതിന്റെ രുചി എന്താണ്? അതിന്റെ ഗുണം എന്താണ്? അതറിയുന്ന ട്രേഡേഴ്സ് മതി ഈ സിസ്റ്റത്തിൽ. അത് ഈ സിസ്റ്റം മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തിയാണ്. ആ പ്രൊഡക്റ്റ് നമുക്ക് പേഴ്സണലായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. രാവിലെ അല്പം ചൂടുവെള്ളം എടുത്ത് ഒരു 10 ഗ്രാം വരുന്ന രൂപത്തിൽ എംപ്രോ ഗോൾഡ് പൗഡർ ഇടുന്നു, നന്നായിട്ട് ഇളക്കുന്നു, കുടിക്കുന്നു. വൈകിട്ടും അത് തന്നെ ചെയ്യുന്നു. ഇത്തരത്തിൽ ഒരു ദിവസം 20 ഗ്രാം, ഒരു മാസം കൊണ്ട് 700 ഗ്രാം നമുക്ക് ഉപയോഗിച്ച് തീർക്കാം. ഇനി ഈ ട്രേഡിലേക്ക് വരുന്ന ഒരാൾ, അയാൾ 10 എണ്ണോ 15 എണ്ണോ 20 എണ്ണോ 25 എണ്ണോ 300 എണ്ണോ 400 എണ്ണോ 1000 എണ്ണമോ എത്ര എണ്ണോ വാങ്ങിയിടട്ടെ, അദ്ദേഹത്തിന് എല്ലാ പ്രൊഡക്റ്റും ഒരു ദിവസം തന്നെ വേണ്ടി റിഡീം ചെയ്തെടുക്കാം. അങ്ങനെ റിഡീം ചെയ്തെടുക്കുമ്പോൾ കമ്പനി അതോടൊപ്പം കൊടുത്തിരിക്കുന്ന യൂണിറ്റുകളുണ്ട്. 1-ന് 1 എന്ന രൂപത്തിൽ കമ്പനി കൊടുക്കുന്നുണ്ട്. 100 എണ്ണം എടുത്താൽ 100 എണ്ണം, 1000 എണ്ണം എടുത്താൽ 1000 എണ്ണം. ആ കമ്പനി വെച്ചത് കമ്പനി തിരിച്ചെടുക്കും.
നമ്മൾ എടുത്തു വെച്ച പ്രൊഡക്റ്റ് മാത്രം നമുക്ക് തരും. അപ്പോഴും നമുക്ക് ലാഭമാണ്. കാരണം 829 രൂപ MRP ഉള്ള ഉൽപ്പന്നമാണ്. 700 രൂപയ്ക്ക് നമ്മൾ വാങ്ങിയതാണ്. ഉൽപ്പന്നം മൊത്തം കിട്ടിയാൽ അത് വിറ്റഴിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ ഇൻകം സേഫ് ആക്കാം, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആക്കാം. എന്നാൽ അത്തരത്തിലൊരു മൂവ്മെന്റ് നടത്താതിരുന്നാൽ അൺലിമിറ്റഡ് ട്രേഡിംഗ്, അൺലിമിറ്റഡ് ഇൻകം, ഇതാണ് ഈ സിസ്റ്റം മുന്നോട്ട് വെക്കുന്ന ആശയത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി. ഒരിക്കൽ മാസ് എക്സോസിംഗ് നടന്നാൽ, ലിമിറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എല്ലാ ട്രേഡറും 1400 രൂപ കൊടുത്ത് മാസ് വീണ്ടും എടുക്കണം. മാസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 5600 രൂപയാണ്. പ്രോഫിറ്റും ലെവൽ കമ്മീഷനും ഉൾപ്പെടെ 5600 രൂപയിൽ എപ്പോ എത്തുന്നോ അപ്പോഴെല്ലാം നമ്മൾ 1400 കൊടുത്തിട്ട് മാസ് ലിമിറ്റ് എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ സിസ്റ്റം ഉപയോഗിക്കുന്ന ലോജിക്. ആ മാസ് ലിമിറ്റിൽ നിന്ന് 3 പ്രൊഡക്റ്റുകൾ കമ്പനി മാർക്കറ്റ് പ്ലേസിന്റെ ക്യൂവിൽ നിന്ന് വാങ്ങി എടുക്കുന്നുണ്ടാകും. ആ യൂണിറ്റുകളാണ് നമുക്ക് എക്സ്ട്രാ യൂണിറ്റ് തരാൻ വേണ്ടി ഈ സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു വിഷൻ ഉണ്ട്, ഒന്ന് ഗ്ലോബൽ എക്സ്പാൻഷൻ ആണ്. എംബ്രോഗോൾഡിന്റെ ഉപയോക്താക്കളെ വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യണം. മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള ധാരാളം ഉൽപ്പന്നങ്ങൾ ഉണ്ട്. ഈ ഉൽപ്പന്നങ്ങൾ സ്ഥിരമായി വാങ്ങി കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുമുണ്ട്. പക്ഷേ വരുമാനമാണ് എല്ലാവരും മുമ്പിലുള്ള പ്രശ്നം. അപ്പൊ ഹെൽത്തി പ്രൊഡക്ട്സ് വിറ്റഴിക്കാൻ, ഗ്ലോബൽ എക്സ്പാൻഷനിലേക്ക് എത്താൻ ഒരു റിയലിസ്റ്റിക് ഏണിംഗ് മോഡൽ പരിചയപ്പെടുത്തുകയാണ് മാർക്കറ്റ് പ്ലേസിലൂടെ. ഇത്തരത്തിൽ 1 മില്യൺ എംബ്രോഗോൾഡ് യൂസേഴ്സിനെ 2026 തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എന്ത് ചെയ്താൽ മതി? വെറും 1282 ലീഡേഴ്സ് ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി വന്നാൽ മതി. ഓരോ ലീഡേഴ്സ് എന്താണ് ചെയ്യേണ്ടത്? അവർ പേഴ്സണലി ഓരോ ആഴ്ചയിലും 3 എംബ്രോഗോൾഡ് എന്ന രൂപത്തിൽ 5 ആഴ്ച കൊണ്ട് 15 എംബ്രോഗോൾഡ് എങ്കിലും വാങ്ങുന്ന രൂപത്തിലായി മാറണം. 2, അവർ ഓരോരുത്തരും അവരെ പരിചയപ്പെട്ടുള്ള ആൾക്കാരിലൂടെ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തണം. ഒരു 15 മാസം പിന്നിടുമ്പോഴത്തേക്കും ഒരു 780 ട്രേഡേഴ്സിന് അവരുടെ ടീമിൽ ക്രിയേറ്റ് ചെയ്യപ്പെടണം. ഇങ്ങനെ 780 ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന രൂപത്തിലുള്ള 1282 ലീഡേഴ്സിനെ റിക്വയർ ചെയ്യുന്ന ഒരു സിസ്റ്റം. ആ സിസ്റ്റം വരുമ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കും. ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹെർട്ട് ഡിസീസ്, ഒബിസിറ്റി, ഇതെല്ലാം എംബ്രോഗോൾഡ് കഴിച്ചാൽ മാറുമെന്ന അവകാശവാദമൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല. പക്ഷെ ഇതെല്ലാം മാറാൻ ഒരു ബാലൻസ് ന്യൂട്രീഷൻ ആവശ്യമാണ്. അത് എംബ്രോഗോൾഡിലൂടെ സാധിക്കും. അതിന്റെ കൂടെ റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി, സ്ട്രെസ് മാനേജ്മെന്റ്, adequate സ്ലീപ്പ്, അവോയ്ഡിങ് ഹാർംഫുൾ ബിഹേവിയേഴ്സ് ലൈക്ക് സ്മോക്കിംഗ്, എക്സസീവ് ആൽക്കഹോൾ യൂസ്, ഇതെല്ലാം ഒന്ന് മാനേജ് ചെയ്യപ്പെട്ടാൽ 100% ഷുവർ ആണ് ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ, അതിനാവശ്യമായ കോർഡിനേഷൻ അത് അച്ചീവേഴ്സ് കിങ്ഡം ഫുഡ്സിന്റെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി കൃത്യമായി ചെയ്യുന്നുണ്ട്. അത് രാവിലെ മോർണിംഗ് എക്സസൈസ് സെഷൻസ് ഉണ്ട്. ഈ സെഷൻസിലേക്ക് ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അവർക്ക് ഇത് പരിചയപ്പെടാം. ഈ ആശയത്തിന്റെ പ്രസക്തി ബോധ്യപ്പെട്ട് അവർ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിലേക്ക് കടന്നു വരും. സ്ട്രെസ് മാനേജ്മെന്റ്, സ്ട്രെസ് വരുന്ന ആംഗിൾ ഏതൊക്കെയാണ്? ആ ആംഗിൾക്കെല്ലാം സൊല്യൂഷൻ നമുക്ക് ഒരു ടീം വർക്കിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്നേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡി പ്രവർത്തനങ്ങൾ താളത്തിലെത്തുമ്പോൾ അത് നല്ല ഉറക്കം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും. സാമ്പത്തികമായിട്ടുള്ള ഒരു ഫ്രീഡത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ഉറക്കം നമുക്ക് ലഭിക്കും. അവിടെ ഹാർംഫുൾ ബിഹേവിയേഴ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന രൂപത്തിലേക്ക് നമ്മളൊന്ന് പേഴ്സണലി വന്നാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ 100% നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ സാധിക്കും. ഇത് പറയുമ്പോൾ ഇന്ന് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ കഷ്ടം അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ കൺട്രോൾ ചെയ്യാൻ ധാരാളം പ്രവർത്തനങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഹെൽത്ത് മേഖലയിലുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും അത് കൺട്രോൾ ചെയ്യപ്പെടാൻ പറ്റാത്ത രൂപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ലൈഫ് സ്റ്റൈൽ ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റം കൊണ്ടുവരണം. അത്തരത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് ഒരുമിച്ച് ഒരു സെറ്റായി, ഒരു ടീമായി നമുക്കൊന്ന് പ്രവർത്തിക്കാം. അതുകൊണ്ട് തന്നെ എംബ്രോഗോൾഡ് മാർക്കറ്റ് പ്ലേസ് നമുക്ക് അതിനെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളക്റ്റീവായ ടൂൾ ആയിരിക്കും. അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.